എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമെന്ന് കരുതി നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടണമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. പ്രണയിക്കാത്തവർ വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാവുക. എൻ്റെ ഹൃദയം എന്നൊന്നും നിൻ്റേതു മാത്രമായിരിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിനക്ക് എന്നോടുള്ള സ്നേഹം ഒരു മണൽത്തരിയോട് ഉപമിച്ചാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കടലോളം വരും. ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ കാര്യങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണാനോ കാതുകൾ കൊണ്ട് കേൾക്കലോ കഴിയില്ല. അത് ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുക തന്നെ വേണം. ഈ ലോകത്തിന് നിങ്ങൾ ചിലപ്പോൾ കേവലം ഒരു സാധാരണ വ്യക്തി മാത്രമാകാം. എന്നാൽ ഏതെങ്കിലും ഒരാൾക്ക് അതായത് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിക്ക് അയാളുടെ ലോകം തന്നെ നിങ്ങൾ ആയി മാറിയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ പ്രണയത്തിൻ്റെ ഡയലോഗുകൾ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ കോട്സുകളാണ് ഇതല്ലാതും. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് രണ്ട് ഹൃദയങ്ങൾ അല്ലെങ്കിൽ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് അതിൽ ഉളവാകുന്നത്. അപ്പോൾ പ്രണയിക്കുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ. പ്രണയം എന്തുകൊണ്ട് നമുക്ക് സക്സസ് ആയി നിലനിർത്താം. അപ്പോൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർ ഈ ശീലങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിക്കോളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയിനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അവിടെ ഇഷ്ടക്കേടുകൾ സംഭവിക്കാം. അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 5-6 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. പ്രണയബന്ധങ്ങളിൽ പങ്കാളികൾ തമ്മിൽ പൊരുത്തക്കേടുകളും തർക്കങ്ങളും പിണക്കങ്ങളെല്ലാം പതിവാണ്. എന്നാൽ പരസ്പരം എത്രമാത്രം സ്നേഹിച്ചാലും ഓരോ വ്യക്തിയും അവരുടെ പങ്കാളിയിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തുന്നു. ഇത് പിന്നീട് അസ്വാരസ്യങ്ങളിലേക്ക് വഴിമാറും. പെൺകുട്ടികൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൺകുട്ടികളുടെ ശീലങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം ആത്മപ്രശംസയാണ്. സ്വയം പുകഴ്ത്തുന്ന പുരുഷന്മാരെ പെൺകുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ല. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ആൺകുട്ടികളെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടാൻ താല്പര്യമില്ല. ഇങ്ങനെയുള്ള ആൺകുട്ടികളെ കാലം ചെല്ലുന്തോറും പെൺകുട്ടികളുടെ മനസ്സിൽ ഒരു ഇഷ്ടക്കുറവ് സംഭവിക്കാനായിട്ട് സാധ്യതയാണ്. അപ്പോൾ ഈ ആത്മപ്രശംസ എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് കാമുകന്മാർക്ക് നല്ലത്. രണ്ടാമത്തത് നിയന്ത്രണങ്ങൾ. എല്ലാം താൻ ആഗ്രഹിക്കണമെന്ന പോലെ നടക്കണമെന്നും പങ്കാളിയെ നിയന്ത്രിക്കണമെന്നും ആഗ്രഹിക്കുന്ന പുരുഷന്മാരെ പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല. വ്യക്തി സ്വാതന്ത്ര്യം നൽകാത്തവരെ പെൺകുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ല. ഈ നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതായത് എല്ലാ മേഖലകളിലും നമുക്ക് ദോഷങ്ങളായിട്ട് സംഭവിക്കാം. അഥവാ ഇനി കല്യാണം കഴിഞ്ഞിട്ട് കുടുംബ ബന്ധങ്ങളിലേക്ക് കയറുമ്പോഴും ഈ നിയന്ത്രണങ്ങൾ നമുക്ക് അപ്പോൾ ഇങ്ങനത്തെയുള്ള നിയന്ത്രണങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റുന്നത് നമുക്ക് നല്ലതാണ്. അടുത്തത് ചെറിയ കാര്യങ്ങളിൽ നാടകം കളിക്കുക. എല്ലാ ചെറിയ കാര്യങ്ങളിലും ഒഴിവുകഴിവ് പറയുകയും നാടകം കളിക്കുകയും ചെയ്യുന്ന ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല. പെൺകുട്ടികൾ അത്തരം പുരുഷന്മാരിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് ശ്രമിക്കും. ഇത് കാമുകന്മാർക്ക് അല്ലെങ്കിൽ പ്രണയിക്കുന്നവർക്ക് മാത്രമല്ല, ജീവിതത്തിലും ഇത് നല്ലതാണ്. ഒഴിവുകഴിവ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അപ്പോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അല്പസമയത്തിന് നേരമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ഏറ്റവും അടുത്ത സമയത്തിന് തന്നെ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് വളരെയധികം നല്ലതാണ്. അടുത്തത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക. മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആൺകുട്ടികൾ ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നു. ഒരു പെൺകുട്ടിയും അത്തരം ആൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നില്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കുന്നതാണ് കാമുകന്മാർക്ക് നല്ലത്. അടുത്തത് കള്ളം പറയുക. സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ ഒന്നിനു പുറകെ ഒന്നായി നുണകൾ പറയുന്ന പുരുഷന്മാരെ പെൺകുട്ടികൾക്ക് തീരെ ഇഷ്ടമില്ല. അടുത്തത് അഭിനന്ദിക്കാത്തവർ. നല്ല കാര്യങ്ങൾക്ക് അഭിനന്ദിക്കാത്ത ആൺകുട്ടികളെ പെൺകുട്ടികൾ പൊതുവെ ഇഷ്ടമല്ല. എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു ആൺകുട്ടികളെയാണ് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്കും ഈ ശീലങ്ങൾ ഉണ്ടെങ്കിൽ
അവ ഇപ്പോൾ തന്നെ മാറ്റുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ കാമുകി അല്ലെങ്കിൽ പ്രണയിനെ നിങ്ങളെ ഉപേക്ഷിച്ചേക്കാം. അപ്പോൾ ഈ ശീലങ്ങൾ, മുകളിൽ പറഞ്ഞ ഈ 6 ശീലങ്ങൾ നമ്മൾ അനുവർത്തിച്ചതുകൊണ്ട് നമ്മളെ ജീവിതവും നമ്മളെ പ്രണയനവും അല്ലെങ്കിൽ കാമുകിയും നമ്മൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എല്ലാ കാമുകന്മാരും എല്ലാ പ്രണേതാക്കളും ഈ ശീലങ്ങൾ അനുവർത്തിച്ച് പോരുക. നല്ല ശീലങ്ങൾ നമ്മളെ ജീവിതത്തിൻ്റെ കൂടെ കൂടുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സബ്സ്ക്രൈബ്, ചെറിയ ലൈക്കും കൊടുക്കുക. അതുകൂടാതെ നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്താൽ അവർക്കും ഈ അറിവ് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ നല്ല കണ്ടൻ്റായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. ടാറ്റാ, ബൈ ബൈ.